മോദി ഗ്യാരണ്ടിയുടെ കാലമാണല്ലോ ഇത്. 10 വർഷം മുൻപ്, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നും മോദിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. 10 വർഷവും കഴിഞ്ഞ് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ പോലും ആ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ മോദിക്കായില്ല. അപ്പോഴാണ് വീണ്ടും പ്രഹസനങ്ങൾ. അതേക്കുറിച്ച് വിശദമായി നോക്കാം. നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഉത്പാദന ചെലവിനേക്കാൾ 50% ഉയർന്ന മിനിമം താങ്ങുവില നിശ്ചയിച്ച് കാർഷികോത്പന്നങ്ങൾ സർക്കാർ സംഭരിക്കുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമായിരുന്നു മോദിയുടെ ആ ഗ്യാരണ്ടി. പുറമെ BJPയുടെ പ്രകടന പത്രികയിലും ഇക്കാര്യം ഉൾപ്പെടുത്തി. പതിവ് പോലെ തന്നെ മോദിയുടെ ആ വാക്കും ചാക്കും ഒരുപോലെയായി. പ്രഖ്യാപനം നടത്തി ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും ഇക്കാര്യത്തിൽ മറിച്ചൊന്നും സംഭവിച്ചില്ല എന്നതാണ് വിചിത്രം. മോദി ഗ്യാരണ്ടി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ പരസ്യത്തിലൂടെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാധാരണക്കാരനെ സ്പർശിക്കുന്ന വിധത്തിൽ നടപ്പാവുന്നില്ല എന്നതാണ് വസ്തുത. അതിനുള്ള ഉത്തമ ഉദാഹരണമാണല്ലോ മിനിമം താങ്ങുവിലയുടെ കാര്യം. തൻ്റെ അച്ഛനെ കേന്ദ്ര സർക്കാർ ഭാരതരത്ന ബഹുമതി നൽകി. എന്നാൽ കർഷകർക്കുള്ള താങ്ങുവില സംബന്ധിച്ച അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഡോക്ടർ MS സ്വാമിനാഥന്റെ മകളും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധയുമായ ഡോക്ടർ മധുര സ്വാമിനാഥന്റെ വാക്കുകളാണിത്. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ MS സ്വാമിനാഥന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകിയ മോദി സർക്കാരാണ് താങ്ങുവിലക്കാര്യത്തിൽ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. അത് തുറന്നു കാട്ടാൻ മധുര സ്വാമിനാഥനായി. പുറമെയാണ് മിനിമം താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യവുമായി സമരം ചെയ്യുന്ന കർഷകരെ തുടർച്ചയായി BJP ഭരണകൂടം ഇപ്പോൾ വേട്ടയാടുന്നത്. ഓഗസ്റ്റ് മുതൽ 2021 ഡിസംബർ വരെയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക സമരം നടന്നത്. 358 ദിവസം കൊണ്ട് 719 കർഷകരാണ് അന്നത്തെ സമരത്തിൽ രക്തസാക്ഷികളായത്. വിവാദമായ 3 കാർഷിക നിയമങ്ങൾക്കെതിരെയായിരുന്നു അന്നത്തെ കർഷക സമരമെന്ന് നമുക്ക് അറിയാമല്ലോ. സമരം അവസാനിപ്പിച്ചപ്പോൾ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിലയും നിയമപരിരക്ഷയും നൽകുമെന്നത്. ഈ വാഗ്ദാനവും ജലരേഖയായതോടെയാണ് കർഷകർ വീണ്ടും സമരവുമായി തെരുവിലിറങ്ങിയത്. അങ്ങനെയുള്ള ഒരു ന്യായമായ സമരത്തെയാണ് ക്രിമിനലുകളെ വേട്ടയാടുന്നത് പോലെ മോദി സർക്കാർ അടിച്ചമർത്തുന്നത്. പരസ്യങ്ങളിലും BJP വേദികളിലുമുള്ള വാചക കസർത്തല്ലാതെ കർഷകരോട് നേരിട്ട് സംസാരിക്കാൻ മോദിക്ക് ഭയമാണ്. അതുകൊണ്ടുതന്നെ മിനിമം താങ്ങുവില നൽകുന്നത് സർക്കാർ ഖജനാവിന് വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന പച്ചക്കള്ളം പരത്താനാണ് BJP ഭരണകൂടം ശ്രമിക്കുന്നത്. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നികുതി ഇളവും മറ്റ് സുഖ സൗകര്യവും നിരന്തരം ഒരുക്കിക്കൊടുക്കുന്ന തിരക്കിലാണ് മോദി സർക്കാർ. അതിനിടയിൽ രാജ്യത്തെ 20 കോടിയോളം വരുന്ന കർഷകരുടെ കാര്യം ശ്രദ്ധിക്കാൻ എവിടെ സമയം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം പ്രധാന പ്രചാരണ ആയുധമാക്കുന്നതിനിടെയാണ് BJPക്ക് വൻ തിരിച്ചടിയായി ഇപ്പോൾ നടക്കുന്ന കർഷക സമരം മാറിയത്. ഈ സമരം മോദി ഭരണകൂടത്തെ വല്ലാതെ വിരളി പിടിപ്പിച്ചു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ രാജ്യത്ത് ആദ്യമായി സമരക്കാർക്കു നേരെ ഡ്രോണുകളിൽ നിന്ന് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചതും റോഡുകളിൽ അള്ളും കോൺക്രീറ്റ് ബ്രിക്സുകളും വയ്ക്കുകയുമുണ്ടായത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കർഷക സമരം തുടച്ചു നീക്കാൻ മോദി സർക്കാർ എന്തൊക്കെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്.